ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും സ്വർഗീയ പിതാവിനും എല്ലാ അനുഗ്രഹത്തിനും ഒരായിരം നന്ദി. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമെന്നുള്ള എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറ്. അപ്പോൾ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാനായിട്ട് നാട്ടിൽ ചെന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് എനിക്ക് പറ്റിയില്ല. അതിന് മാപ്പ് ചോദിക്കുന്നു. ഞാൻ CA ബ്രസ്റ്റ് ട്രീറ്റ് ചെയ്ത് പൂർണ്ണ ആരോഗ്യത്തോടെ ഇപ്പം ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. 6 വർഷമായി. അപ്പോൾ ഒരു വർഷം മുന്നേ, കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കയ്യിലൊരു ചെറിയ ഒരു നോഡുകൾ പോലെ വന്നു. അതവിടെ തന്നെ ഇരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു രോഗം വന്നതുകൊണ്ട് MRI എല്ലാം ചെയ്തിട്ട് അത് എടുത്ത് കളയണം. അപ്പോൾ MRI ചെയ്തപ്പം അവരത് കറക്റ്റായിട്ട് ഏത് സ്റ്റാറ്റസാണെന്ന് അറിയത്തില്ല. അപ്പോൾ എക്സിഷൻ പറഞ്ഞു. ഞാൻ എല്ലാ ജപമാലയിലും വരാറില്ല. എന്നെക്കൊണ്ട് ജോലിയുടെ അനുസരിച്ച് പറ്റുന്ന പോലെയൊക്കെ അഖണ്ഡ ജപമാലയിൽ പങ്കുചേരാറുണ്ട്. ഞാൻ കഴിഞ്ഞൊരു പ്രാവശ്യം അബ്ബാസിയായി നടന്ന അഖണ്ഡ ജപമാലയിൽ ഈ ഒരു നിയോഗം പ്രത്യേകം എഴുതി വെച്ചു. പരിശുദ്ധ അമ്മ ഇതിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആക്കണമെന്ന്. അപ്പോൾ സർജറിയുടെ സമയത്ത് തന്നെ എനിക്ക് ഒത്തിരി ഒരു വലിയ ദൈവത്തിൻ്റെ കൃപ സാമീപ്യം അനുഭവപ്പെട്ടു. അപ്പോഴേ എൻ്റെ മനസ്സ് ഉറച്ചു വിശ്വസിച്ചത് നെഗറ്റീവാണ്. എക്സിഷൻ ചെയ്തു, റിസൾട്ട് വന്നു, ഒരു കുഴപ്പവുമില്ല. അത് ചെറിയൊരു വെറൊരു നോഡ്യൂൾ മാത്രമായിരുന്നു. അത് വേറൊരു കുഴപ്പമില്ലായിരുന്നു. ആ ഒരു വലിയ കൃപ തന്ന എല്ലാ ഭയത്തിൽ നിന്നും അകറ്റിയതിനായിട്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി. അതുപോലെ എൻ്റെ ആങ്ങളയുടെ മോന് പഠിക്കുന്ന കാര്യത്തിൽ 3-4 പ്രാവശ്യം അവൻ കോഴ്സ് മാറി പല സ്ഥലങ്ങളിൽ അഡ്മിഷൻ എടുത്തു. ഇപ്പോൾ അവൻ തൃശ്ശൂർ പഠിച്ചുകൊണ്ടിരിക്കുക. അവിടെയും അവന് പരീക്ഷ എഴുതാനൊന്നും പറ്റുന്നില്ല. പക്ഷേ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലപ്പോൾ അവന് പ്രത്യേകം പെട്ടെന്നൊരു ഉണർവ് പോലെ വന്നു. അവന് വീണ്ടും പഠന കാര്യങ്ങളിൽ ചെറിയ ഉത്സാഹത്തോടെ പഠിക്കാൻ തുടങ്ങി. അമ്മ അവനെ തൊട്ടതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ വിശ്വാസം എടുത്തു പറയുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു മദർ.